നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സോഷ്യൽ റെവല്യൂഷൻ ഇൻ മോഡേൺ വേൾഡ് എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4th യൂണിറ്റ് ചൈനീസ് റെവല്യൂഷനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് റെവല്യൂഷണറി മൂവ്മെന്റ്സ് ഇൻ ചൈന. അപ്പൊ ചൈനയിലെ ചൈനീസ് റെവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചില റെവല്യൂഷണറി മൂവ്മെന്റുകൾ ചൈനയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചൈനയില് ഒരു ക്വിങ് ഡൈനാസ്റ്റിയുടെ, നമുക്കറിയാം ചൈനയില് ഒരുപാട് രാജവംശങ്ങളുടെ ഒരു പീരീഡുകളാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. ഓരോ രാജവംശങ്ങളും അതിനുശേഷം അടുത്തത്, അങ്ങനെ ആ ഒരു രീതിയിലോ ഓർഡറിൽ ചില രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ക്വിങ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം, അതായത് 1644 മുതൽ 1912 വരെയുള്ള അതിനും പ്രിമിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഡൈനാസ്റ്റീസ് ഭരിച്ചിട്ടുണ്ട്. നമ്മൾ ആ ആൻഷ്യൻ ചൈനയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു മോഡേൺ കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഗവൺമെന്റുകൾ ശക്തമായിരുന്നു എങ്കിലും 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഒരുപാട് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു തുടങ്ങി. അതിനെ തുടർന്ന് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നൊക്കെ തന്നെ പട്ടിണിയും തൊഴിലില്ലായ്മയും അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. അതേ തുടർന്ന് പലതരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങി. മാത്രമല്ല നമുക്കറിയാം ജനസംഖ്യ അല്ലെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയുമാണ് രണ്ട് പ്രധാനപ്പെട്ട ജനസംഖ്യ ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചൈനയില് ഈ ജനസംഖ്യാ വർധനവും അതിനനുസരിച്ച് ഭൂമിയുടെ താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയുടെ കുറവ്, കൂടാതെ തന്നെ ഭരണരംഗത്തുണ്ടായ അഴിമതി, വിദേശ ഇടപെടലുകൾ. നമുക്കറിയാം ഈ ചൈനീസ് തണ്ണിമത്തനെ പങ്കിട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു യൂസേജ് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ചൈനയില് ഭയങ്കരമായിട്ടുള്ള വിദേശ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഒരു ചൈനക്കാർക്ക് അവരുടേതായ ഒരു സ്വത്വം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ചൈനയില് പലതരത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ ചൈനീസ് കലാപം നമ്മൾ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ചൈനീസ് റെവല്യൂഷൻ നടക്കുന്നത് 1911ലാണ്. അപ്പൊ ഈ ഒരു കലാപത്തിന് നമ്മൾ മേൽ പറഞ്ഞ കാരണങ്ങളാണ് അടിത്തറ പാകിയത്. നമ്മൾ ഇനി ഈ ഒരു റെബല്യന്റെ അല്ലെങ്കിൽ ചൈനീസ് റെവല്യൂഷന് കാരണമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട മറ്റൊരു റെവല്യൂഷനാണ് വൈറ്റ് റെബല്യൻ അല്ലെങ്കിൽ വൈറ്റ് ലോട്ടസ് റെബല്യൻ എന്ന് പറയുന്ന 1796 1804 കാലഘട്ടത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള ഒരു കലാപമാണ്. അപ്പൊ ഇതൊരു വൈറ്റ് ലോട്ടസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ഒരു കലാപം സംഘടിപ്പിക്കുന്നത്. കർഷകരുടെ ദാരിദ്ര്യവും അതുപോലെ കർഷകർക്ക് മേൽ അമിതമായി നികുതി ചുമത്തുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കലാപം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ബുദ്ധമതം ചൈനയിൽ വളരെ പ്രചാരമുള്ള ഒരു മതമാണ്. അതുപോലെ ബുദ്ധമതവും മറ്റു മതങ്ങളുടെയും ഒക്കെ ഒരു മതചിന്തകളാണ് ഈ ഒരു കലാപത്തിന് അടിത്തറ പാകിയത്. അതുപോലെ തന്നെ മിങ് വംശം, ചൈനയിൽ മുൻപുണ്ടായിരുന്ന രാജവംശമായിരുന്നു മിങ്ങുകള്. ഈ മിങ് വംശത്തിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ ഒരു കലാപം സംഘടിപ്പിച്ചത്. എന്തായാലും ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കിങ് ഡൈനാസ്റ്റിക്ക് വലിയ ചെലവ് വന്നു. അത് ഭരണകൂടത്തിന്റെ ദുർബലതയുടെ ഒരു തെളിവായിട്ടാണ് ഈ ഒരു വൈറ്റ് ലോട്ടസ് റെബല്യൻ കണക്കാക്കപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് ടൈപ്പിംഗ് റെബല്യൻ ആണ്. 1850 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള റെബല്യനാണ്. അത് ഹോങ് സിക്വാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു കലാപത്തിന്റെ നേതാവ്. ഇത് ക്രിസ്ത്യൻ ആശയങ്ങളോട് ചേർന്ന് സൊസൈറ്റി ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അതുപോലെ സ്ത്രീ പുരുഷ സമത്വമൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്തായാലും ക്വിങ് ഡൈനാസ്റ്റി വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ റെബല്യനെയും അടിച്ചമർത്തി. ഇനി മറ്റൊന്നാണ് നിയാൻ റെബല്യൻ ആണ്. നിയാൻ റെബല്യൻ വടക്കൻ ചൈനയില് വളരെ ദാരിദ്ര്യവും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഊയാങ്സാങ് നദിയിലൊക്കെ മഞ്ഞ നദിയിലെ വെള്ളപ്പൊക്കം മൂലമൊക്കെയാണ് ഈ ഒരു പ്രശ്നം അവിടെ രൂക്ഷമായി വരുന്നത്. അപ്പോ ഈ ഒരു ഹുയാങ്ഹോ നദിയും മഞ്ഞ നദിയിലെ ഒക്കെ വെള്ളപ്പൊക്കം മൂലം അവിടെ കടുത്ത കൃഷിനാശം ഉണ്ടാകുകയും ആളുകൾക്ക് അവരുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തതോടുകൂടി കുറെ പേര് റെഫ്യൂജീസ് ആയിട്ട് മാറി. അപ്പോ ഹുയാങ്ഹോയുടെ എതിർ കരയിലേക്ക്
ആളുകള് അവിടെയുള്ള സാമ്പത്തികമായിട്ട് ഈ ഭാഗത്തേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൽ ആളുകൾക്ക് ഒരു വല്ലാത്ത അമർഷം ഉണ്ടാവുകയും ഇതേ തുടർന്നുണ്ടായിട്ടുള്ള കലാപങ്ങളാണ് ഈ ഒരു ടൈപ്പിംഗ് കലാപത്തിന് കാരണമാകുന്നത്. എന്തായാലും ഒരു സംഘടിത സൈനിക നീക്കത്തിലൂടെ തന്നെ ക്വിങ് ഡൈനാസ്റ്റി ഇതിനെയും അടിച്ചമർത്തി. ഇനി ഇതിനുശേഷം 19ാം നൂറ്റാണ്ടിൽ മറ്റനേകം കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എന്തായാലും ക്വിങ് ഡൈനാസ്റ്റിയുടെ ദൗർബല്യം തെളിയിക്കുന്ന തരത്തിലാണ് ഇത്തരം കലാപങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്പിംഗ് റെവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവമായിരുന്നു ബോക്സർ കലാപം. ബോക്സർ കലാപം 1900-ലാണ് ബോക്സർ കലാപം ഉണ്ടാവുന്നത്. 1901 കൂടിയിട്ട് ഈ ബോക്സർ കലാപം അവസാനിക്കുകയും ചെയ്തു. ബോക്സിംഗ് അല്ലെ, ചൈനയിലെ മുഷ്ടി യുദ്ധക്കാരാണ് ഈ ഒരു കലാപം നയിച്ചത്. ഇതിനെ തുടർന്ന് 8 നാഷണൽ അലയൻസ്, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു സൈന്യം അയച്ചുകൊണ്ടാണ് ഈ ബോക്സർ കലാപത്തെ പ്രിവെന്റ് ചെയ്യുന്നത്, തടയിടുന്നത്. ഇനി സിനോ ജാപ്പനീസ് യുദ്ധങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ വളരെ ബ്രീഫ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് പറഞ്ഞു പോകുന്നത്. കാരണം നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ചൈനീസ് റെവല്യൂഷനെ കുറിച്ച് ആണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ സിനോ ജാപ്പനീസ് യുദ്ധങ്ങളെ കുറിച്ച് കൂടി പരിശോധിക്കാം. നമുക്കറിയാം ഫസ്റ്റ് സിനോ ജാപ്പനീസ് വാർ 1894 മുതൽ 95 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ആദ്യ സിനോ ജാപ്പനീസ് യുദ്ധം നടക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തില് ചൈനയും ജപ്പാനും തമ്മിൽ ഈ ക്വിങ് ഡൈനാസ്റ്റിയുടെ ഭരണകാലത്ത് ചില സൈനിക ഭരണ ദുർബലത വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ നടന്നു. ഇപ്പൊ യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൊറിയയിലെ ആധിപത്യവുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്കും ജപ്പാനും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളായിരുന്നു. കൊറിയയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയും ജപ്പാനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ സിനോ ജാപ്പനീസ് വാറിന് കാരണമാകുന്നത്. കൊറിയയിലെ സ്വാധീനത്തിന് വേണ്ടിയിട്ട് ജപ്പാനിലെ മെയ്ജി നവീകരണത്തോട് കൂടിയിട്ട് സൈനിക ശക്തി ഒക്കെ വർദ്ധിപ്പിച്ച ക്വിങ് ഭരണകൂടം അവര് യുദ്ധത്തിന് പ്രബലമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും യാലു നദിക്കരയിൽ വെച്ചിട്ട് ജപ്പാനും ചൈനയും തമ്മിൽ ഈ ഒരു കാലഘട്ടത്തില് യുദ്ധം ഉണ്ടായി. ഇത് ലിയോ വോത്തോങ് പ്രദേശം പിടിച്ചടക്കുകയും ഒരു ഉടമ്പടി ഒപ്പുവെച്ചിട്ട് ഇവര് ട്രീറ്റി ഓഫ് ഷിമോനസ്കി എന്ന് പറയുന്ന ഒരു സന്ധിയിലാണ് ഈ 1895 കൊറിയയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ചൈന ഈ ഒരു പ്രദേശത്തുള്ള അവരുടെ അവകാശവാദം അല്ലെങ്കിൽ നിയന്ത്രണം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഫസ്റ്റ് വാർ അവിടെ അവസാനിക്കുന്നു. ഇനി സെക്കൻഡ് സിനോ ജാപ്പനീസ് വാർ ആണ്. അതിന്റെ വർഷം 1937 മുതൽ 1945 വരെയുള്ള കാലഘട്ടം. അതായത് നമുക്കറിയാം രണ്ടാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിലാണ് ഈ രണ്ടാം സിനോ ജാപ്പനീസ് യുദ്ധം അരങ്ങേറുന്നത്. ഈ ഒരു കാലഘട്ടത്തില് ചൈനയും ജപ്പാനും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. 1937 മാർക്കോപോളോ ബ്രിഡ്ജ് സംഭവത്തിന് ശേഷം വളരെ ശക്തമായിട്ട് ഇവർക്കിടയിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് നാഷണൽ സർക്കാർ, ചൈനയിലെ നാഷണൽ സർക്കാർ, അതായത് ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ജപ്പാനിലാണെങ്കിൽ ഒരു സാമ്രാജ്യത്വ ഭരണകൂടം തന്നെയായിരുന്നു. മാർക്കോപോളോ ബ്രിഡ്ജ് ഇൻസിഡന്റ് ഉണ്ടാവുന്ന 1937 ഇതിനെ തുടർന്ന് ഒരു നൈനാൻ മാസക്കർ എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊല അവിടെ ജപ്പാനിൽ അരങ്ങേറി. അപ്പൊ ഈ ഒരു കൂട്ടക്കൊല വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുകയും കൂട്ടക്കുരുതികളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ജപ്പാൻ ചൈനയുടെ വലിയ പ്രദേശങ്ങളൊക്കെ തന്നെ കൈവശപ്പെടുത്തി ഈ ഒരു സാഹചര്യത്തില്. അപ്പൊ ഇത് കോടിക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും അതുപോലെ തന്നെ അവര് നിരാലംബരാവുന്നതിനും ഒക്കെ ഇത് കാരണമായി. 1945 ജപ്പാൻ അമേരിക്ക ബോംബ് വർഷിച്ച് ജപ്പാൻ പരാജയപ്പെടുകയാണല്ലോ. നമുക്കറിയാം ഹിരോഷിമയും നാഗസാക്കിയൊക്കെ അണുബോംബ് ദുരന്തത്തിലൂടെ ജപ്പാൻ നിലംപരിശാകും. ഈ ഒരു ജപ്പാന്റെ മതത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തില് രണ്ടാം സിനോ ജാപ്പനീസ് വാർ അവസാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇതൊരു ക്വിങ് സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ യുദ്ധങ്ങളായിരുന്നു ഈ
ഒന്നാം സിനോ ജാപ്പനീസ് വാറും രണ്ടാം സിനോ ജാപ്പനീസ് വാറും ഒക്കെ. രണ്ടാം യുദ്ധം ചൈനയിലെ ദേശീയ ഐക്യവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവിനും അതുപോലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനും ഒക്കെ വഴിയൊരുക്കിയ യുദ്ധമായിരുന്നു രണ്ടാം സിനോ ജാപ്പനീസ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ജപ്പാന് ഏഷ്യയില് പിന്നീട് ഒരു ഒട്ടും ഒരു ശക്തി അല്ലാതായി മാറുകയാണ്. അതായത് പത്തി അങ്ങ് നിലംപരിച്ചായി പോകുന്ന ഒരു സാഹചര്യമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ചൈനീസ് സിവിൽ വാർ. പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞ ഈ ഒരു പശ്ചാത്തലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക മാത്രം ചെയ്യുക. ശരി, ഇനി 1911 ചൈനീസ് വിപ്ലവത്തിന് ശേഷം ഈ രാജഭരണമൊക്കെ അങ്ങ് അവസാനിച്ചു. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയും അതുപോലെ വിദേശ ഇടപെടലുകളും ഒക്കെ നിർബാധം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത്. 1919 മെയ് 4th മൂവ്മെന്റ് ചൈനയിൽ നടക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ദേശീയതയും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും തമ്മിൽ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് ചൈനയിൽ പ്രബലമായിട്ട് വരുന്നത്. അപ്പൊ 1921 CCP അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ഇതിന്റെ രൂപീകരണം ജൂലൈയില് ഷാങ്ഹായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ആദ്യ കോൺഗ്രസ് അഥവാ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 1921 ജൂലൈയില് ഷാങ്ഹായിൽ വെച്ചിട്ടായിരുന്നു. അത് ചെൻ ഡിസു അതുപോലെ ലീ ഡെസാവോ എന്നീ നേതാക്കളാണ് ഈ ഒരു മീറ്റിങ്ങിന് സമ്മിറ്റ് നടത്തിയത്. ഇത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നടന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലാളി കർഷക വർഗത്തിന്റെ മോചനം തന്നെയായിരുന്നു. സാമ്രാജ്യത്വവും അതുപോലെ ഫ്യൂഡൽ സംവിധാനവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത്. 1923 കുമിന്താങ് പാർട്ടി രൂപം കൊണ്ടിരുന്നു. കുമിന്താങ് പാർട്ടിയുമായിട്ട് ഫ്രണ്ട് അതായത് നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധം വഷളാകുകയാണ് ഈ ഒരു പീരീഡിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതേ തുടർന്ന് ചൈനീസ് സിവിൽ വാർ ഉണ്ടാവുകയാണ്. 1927 മുതൽ 1949 വരെയുള്ള പീരീഡിലാണ് ചൈനീസ് സിവിൽ വാർ ഉണ്ടാകുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള മാവോ സെ തൂങ്ങും അതുപോലെ കുമിന്താങ് പാർട്ടിയിലെ ചിയാങ് കൈഷക്കും തമ്മിലാണ് ഈ ഒരു കൊമ്പുകോർക്കൽ നടക്കുന്നത്. ഇപ്പൊ യുദ്ധത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യ ഘട്ടം 1927 മുതൽ 37 വരെയുള്ള 10 വർഷക്കാലമാണ്. ഇതിൽ 27 ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ CCP പാർട്ടിക്കാര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നീട് 34-35 നമുക്കറിയാം മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടു. ഈ ലോങ് മാർച്ച് വളരെ ലോക ചരിത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് ചൈനയുടെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോങ് മാർച്ച്. ഇതിനിടയ്ക്ക് 1937 മുതൽ 45 വരെയുള്ള ഒരു മിഡിൽ ഫേസ് ഉണ്ട്, അതായത് ഒരു ഇടക്കാല ഘട്ടമുണ്ട്. ഇവിടെ ജപ്പാന്റെ രണ്ടാം ആക്രമണം നടക്കുന്ന സെക്കൻഡ് സിനോ ജാപ്പനീസ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. ഇവിടെ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ, അതായത് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായ സമയത്ത്, ജപ്പാന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും തമ്മിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമരസപ്പെടൽ അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായി ഈ രണ്ടാം യുദ്ധ കാലഘട്ടത്തിൽ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? CCPയുടെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ കുമിന്താങ് പാർട്ടിയുടെയും ഈ താൽക്കാലികമായിട്ടുള്ള ഐക്യം, അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഘട്ടം, ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് 45 മുതൽ 49 വരെയുള്ള ഘട്ടമാണ്. ഇത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഈ CCP ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ശക്തമായി ലോങ് മാർച്ചോട് കൂടിയിട്ട് ഒരുപാട് പ്രദേശങ്ങളും ഒരുപാട് ആൾബലവും ഒക്കെ അവർക്ക് ലഭിക്കുകയാണ് ഉണ്ടാവുന്നത്. എന്തായാലും 1949 കമ്മ്യൂണിസ്റ്റുകൾ സമ്പൂർണമായിട്ടുള്ള വിജയം നേടി. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ കുമിന്താങ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചിയാങ് കൈഷക്ക് തായ്വാനിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു, പിൻവാങ്ങുകയും ചെയ്തു. ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു.
ചരിത്രത്തില് ഇതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം രൂപം കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് സംഭവിക്കുന്നത് ശീതയുദ്ധമാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശീതയുദ്ധം എന്താണെന്ന് പറഞ്ഞിരുന്നു. ലോകം എന്ന് പറയുന്നത് രണ്ട് ധ്രുവങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അവസരം ഉണ്ടായി. അതായത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഒരു ഭാഗത്ത് സോവിയറ്റ് ചേരിയും മറുഭാഗത്ത് US-ന്റെ അമേരിക്കൻ ചേരിയുമാണ്. അപ്പോ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നൊരു ഭീതി ലോകത്തെ മുഴുവൻ ഇങ്ങനെ വിഴുങ്ങി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും അവരുടെ സ്വന്തമായിട്ട് നിൽക്കാൻ ധൈര്യമില്ലാത്തതിനെ തുടർന്ന് ഓരോ ചേരികളില് അംഗത്വം എടുക്കുന്ന അല്ലെങ്കിൽ ഓരോ ചേരികളിൽ അവർ പ്രവേശിക്കാനായിട്ട് തുടങ്ങി. ഒന്നുകിൽ സോവിയറ്റ് ചേരിയിൽ അല്ലെങ്കിൽ US ചേരിയിൽ ഓരോ രാജ്യങ്ങളും പങ്കാളികളാകുന്ന അല്ലെങ്കിൽ അരികെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഘട്ടത്തില് ഇതിനെയാണ് നമ്മൾ ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. അതായത് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തമായിട്ട് ആയുധങ്ങൾ വെച്ചിട്ടൊരു യുദ്ധം ഇല്ലെങ്കിൽ പോലും ഒരു മൂന്നാം ലോക യുദ്ധത്തെ ഭയന്നുകൊണ്ട് ലോകം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ ഒരു CCP ഈ ഒരു രൂപീകരണത്തോട് കൂടിയിട്ട് തന്നെ ചൈനയില് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തില് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം നിലവിൽ വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് മാർച്ച് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ലോങ് മാർച്ച് ഉണ്ടാകുന്നത്. റെഡ് ആർമി, അതായത് റെഡ് ആർമി എന്ന് പറയുന്നത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാളത്തെയാണ് നമ്മൾ റെഡ് ആർമി എന്ന് പറയുന്നത്. ഈ റെഡ് ആർമി വളരെ ഒരു ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഏകദേശം 9,000 മുതൽ 10,000 കിലോമീറ്റർ നീളമുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഈ ഒരു ഘട്ടത്തില് മാവോ സേതുങ് ഒരുപാട് പ്രദേശങ്ങള് കൃഷിഭൂമികള് പിടിച്ചെടുക്കുകയും അതിനെയൊക്കെ നാഷണലൈസ് ചെയ്യുന്ന രീതിയിലേക്ക്, അതുപോലെ കർഷകർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ച വഴിയിലുടനീളമുള്ള ഫ്യൂഡലിസ്റ്റുകളെയൊക്കെ കൊല്ലുകയും പിടിച്ചടക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും പിടിച്ചടക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഈ ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോങ് മാർച്ച് ഇതിനെ തുടർന്നാണ് മാവോ സേതുങ് ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വരുന്നത്. റെഡ് ആർമി വലിയ ശക്തമായിട്ട് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതേ തുടർന്ന് തന്നെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുസ്ഥിരമായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ചൈനയിലെ കമ്മ്യൂണിസത്തിന്റെ ഭാവി വിജയത്തിന് ഈ ഒരു ലോങ് മാർച്ച് അടിത്തറയിട്ടു. 1949 കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കാനും ഈ ഒരു സംഭവം തന്നെ കാരണമായി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.